എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കരുതിയ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ അതിൻ്റെ ആഴം അറിയൂ എന്നൊരു വിഷയമുണ്ടല്ലോ. അതേ മോഡൽ നമ്മളറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. വേറെ സാർ അഭിപ്രായങ്ങൾ എന്തെല്ലാണ് വിൽക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ വേറെ ഏറ്റവും എന്നുള്ളത്? കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ആദ്യം നോക്കാം. ഇനി ഒരു ഫീൽഡിലും ഒരു കാറ്റഗറിയിലും ഒരു പ്രൊഡക്റ്റിലും എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. കാറ്റഗറി ചൂസ്. ഒന്നെങ്കിൽ ആ കിഡ്സ് ഐറ്റംസ് അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസ്. അത് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ്. ഡിമാൻഡിൽ ഐറ്റംസ്. കിച്ചൺ ഐറ്റംസ് കാരണം ഫേഷ്യൽ അതുപോലെ ഫേസുമായി ബന്ധപ്പെടുന്നത് ബോഡിയുമായി ബന്ധപ്പെടുന്ന ഐറ്റംസ് ആകുമ്പോൾ റിട്ടേൺ വരാൻ സാധ്യത കൂടുതലാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കുറേ സമയം എടുക്കും. ആ ഓക്കെ. ആ ആ ഏറ്റവും ഓക്കെ ഓക്കെ. നല്ലത് ചെറിയ ചെറിയ ആക്സസറീസ് ഇലക്ട്രോണിക്സ് വരും. ഇലക്ട്രോണിക്സും അത് ചിലപ്പോൾ ബാറ്ററി ഉണ്ടാവില്ല, ചാർജ് നിൽക്കില്ല, അതൊക്കെ റിട്ടേൺ വരും. വരും. അപ്പോൾ ഏറ്റവും നല്ലത് കിഡ്സിന്റെ ടോയ്സ്, അത് ചാൻസ് കുറവാണ്. കാര്യം ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു. അതായത് പ്രോഫിറ്റ് കുറവിൽ ചെറിയ മാർജിനിൽ കൂടുതൽ ബിസിനസ് എന്നുള്ള ഇത്. പിന്നെ വേറെ എൻ്റെ ഡൗട്ടാട്ടോ. കിട്ടും. പക്ഷേ വിന്നിംഗ് പ്രൊഡക്റ്റിന് കിട്ടും. വേണ്ടി ചെയ്യുമ്പോൾ സമയം ഒരുപാട് പോകും. സ്റ്റാർട്ട് ചെയ്യുക, എക്സ്പീരിയൻസ് ആവുക. പ്ലാറ്റ്ഫോം അതാ പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ വിന്നിംഗ് പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നത് തന്നെയാണ് വിന്നിംഗ് പ്രൊഡക്റ്റ്. അത് വിൻ അതാ ചെയ്യിപ്പിക്കാൻ അത് ശരി. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കിപ്പോൾ തോന്നിയത് നമ്മളാണത് വിന്നിങ് ആക്കൽ എന്ന് കറക്റ്റാണത്. അതെനിക്ക് നല്ല നിങ്ങളെ കാണും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടാവും. നമ്മൾ കരുതിയ കാര്യങ്ങളൊക്കെ അതേ മോഡൽ ഇങ്ങനെ നടന്നപ്പോൾ, അതായത് ഞങ്ങൾ കരുതി നടന്ന കാര്യങ്ങൾ അതേ മോഡൽ നടന്നുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ.